ഇപ്പോൾ പഠിച്ച് പരീക്ഷ എഴുതി ജോലി കിട്ടി ഒരുപക്ഷെ എക്സാമിനേഷൻ ബോർഡിൻ്റെ മുകളിലിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ എക്സാം എഴുതേണ്ടതുണ്ടെങ്കിൽ അവിടെയും നെഞ്ചിൻ്റെ ഉള്ളിലൊരു എക്സാം ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായി പോകുന്നു എന്ന് തോന്നുന്ന ഓരോ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കുക. നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും, എക്സാം ഫിയർ, പരീക്ഷ പേടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്നത് പരീക്ഷാകാലങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രായമോ അനുഭവ സമ്പത്തോ സ്ഥാനമാനങ്ങളോ എന്ത് തന്നെ ആയാലും, അതായത് മുതിർന്നവരെ കൂടി ഉദ്ദേശിച്ച് തന്നെയാണ് ഈ പറയുന്നത്, എന്ത് തന്നെ ആയാലും ശരി, പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു ആന്തലാണ് അല്ലേ? അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളുടെ കാര്യം പറയണോ, ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണോ? പ്രത്യേകിച്ച് SSLC എക്സാമിനൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പം നമ്മൾ ഇവിടെ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, എന്തുകൊണ്ടാണ് എക്സാം ഫിയർ ഉണ്ടാകുന്നത്, എന്താണ് എക്സാം ഫിയറിൻ്റെ അടിസ്ഥാന കാരണം എന്നുള്ളതാണ്. എക്സാം ഫിയറിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് നമ്മൾ ഇന്നോളം ചുറ്റുപാടുകളിൽ നിന്ന് കേട്ടിരിക്കുന്ന കാര്യങ്ങൾ, കേട്ടിരിക്കുന്ന ഡേറ്റകൾ തന്നെയാണ്. ചുറ്റുപാടുകളിൽ നിന്ന് കേട്ടിരിക്കുന്ന ഡേറ്റകൾ എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ അധ്യാപകരിൽ നിന്നാകാം, മാതാപിതാക്കളിൽ നിന്നാകാം, നിങ്ങളുടെ സഹപാഠികളിൽ നിന്നാകാം, ആരിൽ നിന്നുമാകാം. സ്വാഭാവികമായിട്ടും ചെറിയ പ്രായത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഒരിക്കലൊരു 5 മിനിറ്റ് കൂടുതൽ ഉറങ്ങിയാൽ, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുതൽ കളിച്ചാൽ ഉടനെ മാതാപിതാക്കൾ പറയും എക്സാമാണ് വരുന്നത്, പരീക്ഷയാണ് വരുന്നത്, പോയിരുന്ന് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പരീക്ഷയാണ് വരുന്നത്, പോയിരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ സാധാരണ ഒരു കുട്ടിയുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന എന്താ, ഭൂതമാണ് വരുന്നത്, അല്ലെങ്കിൽ പ്രേതമാണ് വരുന്നത്, നമ്മളെ പിടിച്ചു തിന്നാൻ വരുന്ന, നമ്മളെ ആക്രമിക്കാൻ വരുന്ന എന്തോ ഒരു സാധനമാണ് ഈ പരീക്ഷ എന്നുള്ള ഒരു ചിന്ത, ഒരു ആശയമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് കയറുന്നത് അല്ലേ? അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ മാർക്കുകൾ എവിടെയെങ്കിലും ഒരു അല്പം ഒന്ന് കുറഞ്ഞു പോയാൽ അപ്പോഴും നിങ്ങളുടെ അധ്യാപകർ പറയും വലിയ പരീക്ഷയാണ് വരുന്നത്, അല്ലെങ്കിൽ SSLC എക്സാമാണ് വരുന്നത്, 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ ഈ ഭയം അധികരിക്കുകയാണ് ചെയ്യുന്നത്. അതിലപ്പുറം നമ്മളുടെ കഴിവുകളെ, നമ്മളുടെ അറിവുകളെ, അല്ലെങ്കിൽ അറിവില്ലായ്മകളെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി നടത്തപ്പെടുന്ന ഒരു പ്രക്രിയ മാത്രമാണ് പരീക്ഷ എന്ന് നിങ്ങളിൽ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ നിങ്ങളോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് എവിടെയെല്ലാം മാറ്റങ്ങൾ വരണം, ഏതെല്ലാം വിഷയങ്ങൾ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കണമെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രക്രിയ, അതാണ് പരീക്ഷ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് ഒരു പരീക്ഷയുടെ മാർക്ക് വരുന്ന സമയത്തല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, ഞാൻ മാത്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, ഞാൻ സയൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, എക്സാം എഴുതിയത് നന്നായി. ഇങ്ങനെ ഒരു ചിന്ത എപ്പോഴെങ്കിലും മനസ്സിലൂടെ പോയിട്ടുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിധത്തിൽ എക്സാമാണ് വരുന്നത്, പോയിരുന്ന് പഠിക്കുക, എക്സാമാണ് വരുന്നത്, അധികം ഉറങ്ങരുത്, ഇതൊക്കെ കേട്ട് വളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലായാലും ശരി, ഇപ്പോൾ പഠിച്ച് പരീക്ഷ എഴുതി ജോലി കിട്ടി ഒരുപക്ഷെ എക്സാമിനേഷൻ ബോർഡിൻ്റെ മുകളിലിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ എക്സാം എഴുതേണ്ടതുണ്ടെങ്കിൽ അവിടെയും നെഞ്ചിൻ്റെ ഉള്ളിലൊരു ആന്തലുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഉള്ളിൽ കിടക്കുന്ന ഈ ഡേറ്റ, ഇതാണ് കാരണം. അപ്പോൾ ഈ എക്സാം ഫിയർ മാറണമെങ്കിൽ ഈ ഡേറ്റയിൽ, സബ് കോൺഷ്യസ്ലി കിടക്കുന്ന ഈ വിവരങ്ങളിൽ ചില തിരുത്തലുകൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകൾ വേണ്ടതുണ്ട്. അവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത്, എക്സാം ഒരിക്കലും നിങ്ങളുടെ ശത്രുവല്ല, മറിച്ച് ഒരു സഹായിയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനാണ്, ഒരു സൗഹൃദമാണ് എക്സാം എന്ന് പറയുന്ന കാര്യവുമായിട്ട് നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ടത്. അതിനൊരിക്കലും ഒരു പ്രതിയോഗിയായിട്ടല്ല നമ്മൾ കാണേണ്ടത്, ഒരു ശത്രുസ്ഥാനമല്ല അതിന് കൊടുക്കേണ്ടത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്തൊക്കെ കേട്ടാലും ശരി, സ്വാഭാവികമായിട്ട് ഇതിനോടകം രൂപപ്പെട്ടിരിക്കുന്ന ഒരു സബ് കോൺഷ്യസ് ഡേറ്റ ഉണ്ട്, നേരത്തെ പറഞ്ഞത്. ആ ഡേറ്റ അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം
ഈ പറയുന്നതിലൊന്നും വലിയ പ്രാധാന്യം ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. അതിനെ സുഹൃത്തായിട്ടോ സഹോദരനായിട്ടോ സഹപാഠിയായിട്ടോ ഒന്നും കാണാൻ അത്ര എളുപ്പം സാധിച്ചു കൊള്ളണമെന്നില്ല. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചില റിലാക്സേഷനുകളിലൂടെ, അതായത് മനസ്സിനെ ശാന്തമാക്കുന്നതിനുള്ള, മനസ്സിനെ കൂടുതൽ സമാധാനപൂർണ്ണമാക്കുന്നതിനുള്ള, പഠിത്തത്തെ കുറച്ചുകൂടി ലാഘവത്തോടു കൂടി എന്ന് പറഞ്ഞാൽ അത് ഗൗരവമില്ലാതെ കാണുക എന്നുള്ളതല്ല, ഒരു സൗഹൃദ മനോഭാവത്തോടു കൂടി, സുഹൃത്ത് മനോഭാവത്തോടു കൂടി കാണുന്നതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ചില മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. മനസ്സ് ശാന്തമാകുന്നതിനുള്ള മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ കോസ്മിക് മെഡിറ്റേഷൻ തുടങ്ങിയ ധാരാളം മെഡിറ്റേഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ്, അല്ലെങ്കിൽ എക്സാം കുറച്ചുകൂടി ഭംഗിയായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ് വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ആ വിധത്തിലുള്ള മെഡിറ്റേഷൻസ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് വിധത്തിലുള്ള മെഡിറ്റേഷൻസാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആവശ്യപ്പെടുന്ന മെഡിറ്റേഷൻസ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിധത്തിലുള്ള ഭയത്തോടു കൂടിയോ അല്ലെങ്കിൽ ആശങ്കകളോടോ ആകുലതകളോടോ കൂടി നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഓർമ്മ വരില്ല. നിങ്ങൾക്കറിയാം, ഞാൻ പഠിച്ചതാണ്, മനസ്സിലുണ്ട്, എത്രയൊക്കെ നമ്മൾ റീകളക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അത് നമുക്ക് ഓർമ്മ വരില്ല, നമുക്ക് എഴുതാൻ പറ്റത്തില്ല. നന്നായിട്ട് പഠിച്ചതുപോലും മറന്നുപോകും. ചിലപ്പോൾ കൈവിറയ്ക്കും, ചിലപ്പോൾ വയറുവേദന ഉണ്ടാകും, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും. ഇതിൻ്റെ എല്ലാം കാരണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിൽ നിലനിൽക്കുന്ന മനോഭാവം മാത്രമാണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് ഇതിന് കാരണം. ഇനി നോക്ക്, ഇതുപോലെ എക്സാം ഹാളിലിരുന്ന് നിങ്ങൾക്ക് ഓർമ്മയിൽ കിട്ടാത്ത പല കാര്യങ്ങളും എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൻസർ ഷീറ്റൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു ചായയെല്ലാം കുടിച്ചിട്ട്, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴി ബസ്സിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തെങ്ങിൻ തോപ്പിലൂടെ ഇങ്ങനെ വെറുതെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരാറില്ലേ, അയ്യോ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതായിരുന്നു, എനിക്ക് തെറ്റിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വന്നില്ല എന്ന് വരാറില്ലേ? ഒരു ചിന്ത ഉണ്ടാകാറില്ലേ? അല്ലെങ്കിൽ അനുഭവം ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് എക്സാം ഹാളിൽ ഇരുന്നിട്ട് നിങ്ങൾ എത്രമാത്രം ആലോചിച്ചിട്ടും കിട്ടാത്ത ചോദ്യങ്ങളുടെ ഉത്തരം അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ ഓർമ്മയിൽ വരുന്നത് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്, അറിയാലോ. അപ്പോൾ അന്നേരം എന്തുകൊണ്ടാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത്? അല്ലെങ്കിൽ എക്സാം ഹാളിൽ വെച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഓർമ്മയിൽ വരാത്തത്? അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, ഈ പറഞ്ഞ വിധത്തിലുള്ള മൈൻഡ് സെറ്റ്, അതായത് എക്സാമിനോടുള്ള നിങ്ങളുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ, ഒരു പേടിയുണ്ടല്ലോ, ഒരു ഭയമുണ്ടല്ലോ, ആ ഭയമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോയ കാര്യങ്ങൾ പോലും ഓർമ്മയിലേക്ക് വന്നില്ല, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിലേക്ക്, നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് വന്നില്ല. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി. പക്ഷേ എന്ത് പറ്റി? നമ്മൾ എക്സാം എല്ലാം കഴിഞ്ഞ് ആൻസർ ഷീറ്റെല്ലാം കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി ബസ്സിലിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് റിലാക്സ്ഡായി, നിങ്ങൾ ഈ സമ്മർദ്ദത്തിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസിലുണ്ടായിരുന്ന ഈ ഡേറ്റകളും ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എക്സാം ഹാളിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ, മനസ്സ് നല്ല സമാധാനത്തിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മടങ്ങിയെത്തിയാൻ പറ്റിയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം എത്ര ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് ഉചിതമായിട്ടുള്ള ഒരു മെഡിറ്റേഷനിലൂടെ, അല്ലെങ്കിൽ ഒരു മൈൻഡ് റിലാക്സേഷൻ പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ എഫിഷ്യൻസി ഒരു 10 മടങ്ങാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് സ്കൂൾ എക്സാംസിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, മത്സര പരീക്ഷകൾ, അതുപോലെ തന്നെ PSC എക്സാംസ്, അതുപോലെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടാനുള്ള എക്സാംസ്, ഇതിനെല്ലാം ഇത് ബാധകമാണ്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു റിലാക്സേഷൻസും ചെയ്യുന്നില്ല, ഒരു മെഡിറ്റേഷനും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനാനുപാതികമായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട, എക്സാം ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായി പോകുന്നു എന്ന് തോന്നുന്ന ഓരോ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കുക. ക്വസ്റ്റ്യൻ പേപ്പറും മറ്റു കാര്യങ്ങളും എല്ലാം ഒന്ന് മുന്നിൽ വെച്ചിട്ട് കൈകൾ സാവധാനം മടിത്തട്ടിൽ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഒന്ന് കണ്ണടയ്ക്കുക, ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക.
അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് നമ്മൾ ശരിക്കും മനസ്സുകൊണ്ട് കൂടി എടുക്കണം. മൂക്കിലൂടെ ആ ശ്വാസം ഉള്ളിലേക്ക് കയറുന്നത്, ശ്വാസകോശങ്ങളിൽ നിറയുന്നത്, ശ്വാസകോശം മെല്ലെ വികസിക്കുന്നത്, ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ശ്വാസം ദീർഘമായിട്ടുള്ളിലേക്കെടുത്ത് ഒരല്പസമയം, ഒരു 4-5 സെക്കൻഡ് ഒന്ന് നെഞ്ചിൽ ഹോൾഡ് ചെയ്യുക, സാവധാനം പുറത്തേക്ക് വിടുക. ഇതുപോലെ ഒരു 3-4-5 പ്രാവശ്യം മെല്ലെ ആവർത്തിക്കുക. നിങ്ങൾക്ക് ശരിക്കും അക്ഷരാർത്ഥത്തിൽ അറിയാൻ സാധിക്കും നിങ്ങളുടെ മനസ്സ് നല്ല ശാന്തമായി തീരുന്നത്. മനസ്സ് ഏറ്റവും സമാധാനത്തിലേക്ക് മടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഉറപ്പിച്ച് പറയാം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ ഒരല്പമെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും. നിങ്ങൾക്ക് ഏറ്റവും ഗംഭീരമായിട്ട് അത് ആൻസർ ഷീറ്റിലേക്ക് പകർത്താൻ സാധിക്കും. ഏറ്റവും മനോഹരമായിട്ട് അത് എഴുതാനും സാധിക്കും. ഇതൊരു കുഞ്ഞു ടെക്നിക്കാണ്. ഇത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക. ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്യാം. എന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. വെറുതെ കംഫർട്ടബിളായിട്ടിരിക്കുക, ഒന്ന് കണ്ണുകളടയ്ക്കുക, ദീർഘമായിട്ടൊരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, നെഞ്ചിൽ ഹോൾഡ് ചെയ്യുക, ഒരു 4-5 സെക്കൻഡ് കഴിഞ്ഞ് പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം, ഒരു 3 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാം കൂടി ഒരു 30 സെക്കൻഡ് വേണ്ട, 20 സെക്കൻഡിന് ചുവടെ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ പഠിക്കാനിരിക്കുന്ന ഓരോ സമയവും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടിരിക്കുക. ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് മാറുന്ന സമയത്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കുക. ഇതേ കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ ഓരോ അരമണിക്കൂറിനിടയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ ഓരോ കോട്ടുവായിടാൻ തോന്നുമ്പോഴും ഒന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കുക. അതിഗംഭീരമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്കിതിലൂടെ കിട്ടും. ഞാനത് ഉറപ്പ് തരാം. ഇനി നിങ്ങൾ മെഡിറ്റേഷൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസോ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഗൈഡഡ് മെഡിറ്റേഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിന് മുൻപ് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഐ ബോക്സിൽ കൊടുത്തേക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അതുകൂടി ഒന്ന് കാണുക. ഏകദേശം 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ എക്സാം ഫിയർ അത് മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതുകൂടി ഒന്ന് കണ്ടേക്കുക. നിങ്ങൾക്ക് ഒരിക്കലും അത് നഷ്ടമാവില്ല. അത് കണ്ടേക്കുക. അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അതാത് വീഡിയോകളിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ഈ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുമെല്ലാം ഇതിൻ്റെ ചുവട്ടിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ ഈ വിധത്തിലുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.